നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 335-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം വിജയശ്രീയെക്കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഒരുപാട് തവണ കണ്ടു, ഞാൻ ഒരുപാട് സംസാരിച്ചു. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിജയശ്രീയുടെ ഒരു ബന്ധു എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ആദ്യമായി ഇവരെ ഞാൻ കാണുന്നത് തമ്പാനൂരിലെ ഞാൻ ജനിച്ച മണ്ണിൽ അവിടെയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മിക്ക ദിവസവും രാവിലെ പോയി ദർശനം നടത്തുമായിരുന്നു. അങ്ങനെ ഏതോ ഒരു ദിനത്തിൽ ഞാൻ അവിടെ തൊഴാൻ പോകുമ്പോൾ ഭക്തരായി 3, 4, 5 പേരെ അമ്പലത്തിലുള്ളൂ. ആ സമയത്ത് രാവിലെ ഒരു 9-9:30 മണി സമയമായി കാണും. അകത്ത് ശ്രീകോവിലിനകത്തുള്ള ദർശനമെല്ലാം, ശ്രീകോവിലിന് ചുറ്റുമുള്ള പാതയിലും ദർശനമെല്ലാം നടത്തി പുറമേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് ഒരു വെള്ള അംബാസഡർ കാർ അമ്പലത്തിന് കുറച്ച് മുകളിലായി വന്ന് നിൽക്കുന്നു. അവിടെ നിന്നൊരു സ്ത്രീ അമ്പലത്തിൽ നിന്നും കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറി വരുന്നു. 4-5 പേർ മാത്രമേ അവിടെയുള്ളൂ. ആ അവസരത്തിൽ ഒരു ഇളം നീലയും പച്ചയും കലർന്നൊരു സാരിയും ബ്ലൗസും ധരിച്ച് യാതൊരു മേക്കപ്പും ഇല്ലാതെ അവർ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ പുറത്തോട്ടിറങ്ങാനുള്ള അഭാവമായിരുന്നു. എന്നാലും അവരെന്നാ ചലച്ചിത്ര താരത്തെ ഒന്നുകൂടി കാണാം എന്ന് പറഞ്ഞ് അമ്പലത്തിന് മുന്നിലുള്ള ഒരു തൂണിൽ ചാരി നിൽക്കുമ്പോൾ ഇവർ പുറത്തുനിന്ന് തൊഴുകൈയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഇങ്ങനെ ആ തൊഴുകൈയിൽ വലത് കൈയിലെ വിരലിൽ വി എന്ന് കൊത്തിയിട്ടുള്ള വജ്രം പതിച്ച കല്ലുകൾ പതിച്ച ഒരു മോതിരമിട്ട് അതെൻ്റെ ഓർമ്മയിൽ തെളിയുന്നു. അവർ അകത്ത് പോയി തൊഴുത് പ്രസാദമെല്ലാം വാങ്ങി തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് ഒരു 10 മിനിറ്റ് സമയം അകത്ത് ചെലവഴിച്ച് കാണുമെന്നാണ് എൻ്റെ ഊഹം. അവർ കറങ്ങി അമ്പലത്തിന് പുറമേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചു, നടി വിജയശ്രീ അല്ലേ? അതെ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേറെ ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കാൻ സബ്ജക്റ്റുകളൊന്നുമില്ലല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് നടന്ന് പുറമേക്ക് ഇറങ്ങി കാറിൽ കയറി. വേറെ ആരുമില്ല, ഡ്രൈവറുമുണ്ട്. കാറിൽ കയറിപ്പോയി. അതാണ് അവരെ ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പോൾ മനസ്സിൽ തോന്നിയ ചിന്ത, ഇതാണോ നടി വിജയശ്രീ? അത്ര ഗ്ലാമറൊന്നും തോന്നുന്നില്ലല്ലോ. നമ്മുടെ മനസ്സല്ലേ, അത് പലതരത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. യാതൊരുവിധ മേക്കപ്പും ഇല്ലാണ്ട് വളരെ കുലീനതയോടെ ഇറങ്ങിപ്പോയ ഒരു സ്ത്രീരത്നം. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് വീണ്ടും ഞാൻ അവരെ കാണുന്നത്. ഞാൻ ഓടിച്ചെന്നു, ഉദയയുടെ വാതിൽ തുറന്നു തന്നു, ഞാൻ ഓടിക്കേറി. അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലുള്ള മേക്കപ്പ് വേലപ്പൻ നായർ എന്ന ഒരു വലിയ പ്രതിഭ, ഇന്ത്യയിലെ സമയങ്ങളിടുന്ന കലാകാരന്മാരിൽ 1-ാം സ്ഥാനത്തേക്ക് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വം. ഉദയ സ്റ്റുഡിയോയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും മേക്കപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ചമയ രീതിയെ കണ്ടാൽ നമുക്ക് സ്വപ്നം കാണുന്ന ഒരു പ്രതീതിയാണ്. തുമ്പോലാർച്ചയിലെ പ്രേമൻസീറിനെയും ഷീലയെയും ഒക്കെ ഒരുക്കിയ ഒരു വലിയൊരു കലാകാരൻ. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വരുമ്പോഴൊക്കെ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് എന്നെ ആദ്യകാലങ്ങളിൽ ട്യൂഷൻ പഠിപ്പിച്ചിട്ടും ഒക്കെ ഉള്ളത് അപ്പുവേട്ടനെന്ന് പറയുന്നത്. അപ്പോൾ വേലപ്പൻ ചേട്ടനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ ഞാൻ ഉദയ സ്റ്റുഡിയോ വരുന്നുണ്ടെന്ന്, അകത്ത് കയറി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതിനെന്താ, നീ അങ്ങ് വന്നാൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ
കെയർ ഓഫിലാണ് ഞാൻ ഉദയ സ്റ്റുഡിയോസ് ചെല്ലുന്നതും ഒരു വടക്കൻ പാട്ടിൻ്റെ ചിത്രീകരണമാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്നവിടെ കടുവാകുളം ആൻ്റണിയുണ്ട്, നടൻ കടുവാകുളം ആൻ്റണി, തിരക്കഥാകൃത്തും നടനുമായ ശ്രീ ഗോവിന്ദൻകുട്ടി, KP ഉമ്മർ, ഉഷാകുമാരി എന്നുള്ള പഴയ നടി, അങ്ങനെ 4-5 പേരുണ്ട്. ഇപ്പോൾ ഒരു കെട്ടിടത്തിൽ അടുത്തുള്ള ഒരു ചെറിയൊരു താമരക്കുളം, അതിനടുത്തൊരു വലിയൊരു കൂറ്റൻ സെറ്റിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സെറ്റും ഇവിടെല്ലാം കയറി നടന്ന് കണ്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യു രാജഗോപാലാണ് ക്യാമറമാൻ എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാവാൻ ശരിയാവാം. അങ്ങനെ സെറ്റും കാര്യങ്ങളും ശാരംഗപാണി സാറും ഇവിടെയുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് നീ അവിടെ നോക്കിക്കേണ്ട, അകത്തൊന്നല്ലേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ എന്ന് അല്പം ദേഷ്യത്തിലും അല്പം ചിരിച്ചുകൊണ്ടും പറഞ്ഞു. അപ്പം മേക്കപ്പ് നിലപ്പൻ ചേട്ടൻ പറഞ്ഞു, അവൻ എൻ്റെ ആളാണ്, അവനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഓ ക്ഷമിച്ചു അങ്ങത്തെ എന്ന് തമാശ പറഞ്ഞ് ശാരംഗപാണി സാർ അകത്തേക്ക് പോയി. തോളിൽ 3-4 പാവാടകൾ, സാരിയുടെ കുറച്ച് കട്ട് ചെയ്ത പീസുകൾ, ഇതെല്ലാം തോളിലിട്ട് കത്രികയും തുന്നുന്ന സൂചിയും നൂലും ഒക്കെ ആയിട്ട് വേലപ്പൻ ചേട്ടൻ ഓടുകയാണ്. അപ്പോൾ സെറ്റിൽ ഓരോരുത്തരായിട്ട് എത്തിക്കഴിഞ്ഞു. പ്രേംസറും ഒക്കെ ഉണ്ട്. ചുമന്ന കളറുള്ള ഷർട്ടും പഴയ കാലത്തുള്ള ഷർട്ടും വേറെ 1-2 ഡ്രസ്സുമൊക്കെ ഇട്ട് വരുന്നു. വേലപ്പൻ ചേട്ടൻ ചെന്ന് തുണിയിൽ എന്തൊക്കെ തുന്നിച്ചേർക്കുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യത്തിൻ്റെ നിദർശനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചുമന്ന താമര നീങ്ങി നിൽക്കുന്ന ഒരു വലിയ കുളം പോലെ, അതിൽ ഓരോ താമരകളും ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ തമിഴ്നാട്ടിലെ പാർവതീപുരം കഴിഞ്ഞ് നാവൂരിലേക്ക് പോകുമ്പോൾ ഒരുപാട് പടങ്ങൾക്ക് നടുവിലുള്ള കുളങ്ങളിൽ ഇവ ഇങ്ങനെ പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ അവിടെ വിട്ടു പോകില്ല, അവിടെ തന്നെ ഇരുന്നു പോകും. അത്ര സൗന്ദര്യമാണ്. അതുപോലെ നീല ബ്ലൗസും അതിൽ കസവ് വെച്ച് തുന്നിയിട്ടുണ്ട്. തലയെല്ലാം കെട്ടി മേക്കപ്പ് എല്ലാം ചെയ്ത് പഴയകാലത്തെ കസവ് മുണ്ടും ഞൊറിഞ്ഞുടുത്ത പട്ടുതോരണങ്ങളും കഴുത്തിൽ നിറയെ ആഭരണങ്ങളും ഒക്കെയായി ഇറങ്ങി വരുന്ന വിജയശ്രീയെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ പകച്ചുപോയി എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഒരു മേക്കപ്പിൻ്റെ ഒരു വിസ്മയം. അവർ മേക്കപ്പ് ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ വേലപ്പൻ ചേട്ടൻ ഓടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഡാ എങ്ങനെയുണ്ടടാ, എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? നീ എന്നെ അവിടെയല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ മേക്കപ്പ് ചെയ്ത് വിട്ടതാ, എങ്ങനെയുണ്ടെന്ന് പറ. നമ്മൾ ചേട്ടൻ എന്തായാലും തിരക്കിലല്ലേ, ഒരുപാട് കാര്യങ്ങൾ തിരക്കല്ലേ. ഞാൻ എന്തായാലും കണ്ടിട്ട് ഉച്ചയ്ക്കുള്ള ബസ് ഞാൻ ട്രിവാൻഡ്രത്തിന് പോകും. നീ നിൽക്കടാ, നമുക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കാം, നിനക്കും തലയെങ്കിലും കാണിക്കാം, വന്നതല്ലേ. നമ്മൾ തല കാണിച്ചിട്ട് കാര്യമുണ്ടോ ചേട്ടാ? ആയിരക്കണക്കിന് ആൾക്കാർ തല കാണിക്കുന്നില്ലേ. എന്തായാലും നീ ഇവിടെ നിൽക്ക്. അങ്ങനെ കുറേ നേരം നിന്നപ്പോൾ കുഞ്ചാക്കോ സാർ, സൗമ്യനായ ആ വലിയ പ്രതിഭ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി, വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് അവിടുത്തെ മേക്കപ്പ് മാനായാലും ശരി, എഴുത്തുകാരനായാലും ശരി, ലൈറ്റ് ബോയ്സ് ആയിരുന്നാലും ശരി, ഒരു കുറിയ മനുഷ്യൻ, വെള്ള മുണ്ടും വെള്ള ഹാഫ് കൈ ഷർട്ടും ഇട്ട് അദ്ദേഹം വന്ന് കട്ടും ആക്ഷനും ബഹളവും ഒന്നുമില്ല, വളരെ സൗമ്യമായി ഓരോരുത്തരടുത്തും ഓരോ പൊസിഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശ്രീ ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇതൊക്കെ പറയുന്നു, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ക്യാമറ ഫിക്സ് ചെയ്യുന്നു, ലൈറ്റ്സ് എല്ലാം ഇതായി. പുറമേക്ക് ചെറിയൊരു കുളം മാതിരിയുള്ളൊരു വേലിക്കെട്ട് കടന്ന് അങ്ങോട്ട് നടന്നു പോകുന്നു. പ്രേംസറും വിജയശ്രീയും കൂടെ നടന്നു പോകുന്ന ഒരു ട്രോളിംഗ് ഷോട്ടാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് അവരെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ടേക്കായി, സെക്കൻഡ് ടേക്കായി, തേർഡ് ടേക്കായി.
അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കായി. ഓരോരുത്തർക്ക് ചായയും പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു. ഓരോരുത്തർ ഓടി നടന്ന്. അതിനിടയിലാണ് ശ്രീ പ്രേംസറിൻ്റെ അടുത്ത് ചെന്ന് ഒരു 1-2 ഫോട്ടോ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. ഫോട്ടോഗ്രാഫറെ കാണാനില്ല. കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ്, എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ട്രിവാൻഡ്രമാണ്. ആ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് വിജയശ്രീ ഓടി അടുത്ത് വരുന്നത്. ട്രിവാൻഡ്രത്ത് എവിടെയാ? ഞാൻ പറഞ്ഞു തമ്പാനൂരാണ് താമസിക്കുന്നത്. ഞാൻ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് സുബ്രഹ്മണ്യം കോവിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മണക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു അടുത്ത ബന്ധു, അനിയനാണോ എന്ന് എനിക്ക് അറിയില്ല, അടുത്തൊരു ബന്ധു എൻ്റെ ഒരു സുഹൃത്താണ്, എന്നോടൊപ്പം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെയോ എന്ന് പറഞ്ഞ്, അമ്പലത്തിൽ വെച്ച് കണ്ടത് എനിക്ക് ഓർമ്മയില്ല. തിരുവനന്തപുരത്തോട് എനിക്കൊരു വലിയ വല്ലാത്ത ഇഷ്ടമാണ്. ഞാനിപ്പം രമൺ സാറിന് അപ്പം തിരുവനന്തപുരം എന്ന് പറയുന്നത് ആഫ്രിക്കയിലൊന്നുമല്ല, ചിറകിയിലാണ് ഞാനും എന്ന് പറഞ്ഞ് ചിരിച്ചു അദ്ദേഹം. അങ്ങനെ ഒരു 4-5 വാക്കുകൾ സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ്മാൻമാർ വന്ന് ടച്ചപ്പ് ചെയ്യുന്നു, വീണ്ടും ഷോട്ട് റെഡിയാവുന്നു, പിന്നെ സൈലൻ്റ് ആവുന്നു, വീണ്ടും ടേക്ക് എടുക്കുന്നു. അങ്ങനെ ടേക്കും ആക്ഷനും ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം 4 മണിയോട് അടുത്തായപ്പോൾ ഞാൻ വേലപ്പൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ പോകുന്നു, എല്ലാവരെയും കണ്ടല്ലോ, പക്ഷേ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും അന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞില്ല, എന്നാലും ഞാൻ പോണു. നിൽക്കടാ, വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഞാൻ പറഞ്ഞു ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഉദയ സ്റ്റുഡിയോയുടെ മുന്നിലുള്ള ആ ഗേറ്റ് കടന്നു വരുമ്പോൾ ഞാൻ ആലോചിച്ചത്, കാലത്തിന് മാറ്റുരയ്ക്കാൻ പറ്റിയൊരു മുഖം. എത്രയോ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിട്ടും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ രൂപം കണ്ടപ്പോൾ സത്യത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്ന് പോലും തോന്നിപ്പോയ നിമിഷങ്ങളാണ്. അതോടൊപ്പം തന്നെ ആ വസ്ത്രധാരണം, അങ്ങനെ ഇവർ നടന്നു പോകുന്ന ആ 3 ടേക്കും മനസ്സിൽ നിന്നും പതിഞ്ഞു കിടക്കുന്നു. കാലത്തിൻ്റെ ഏതോ ഒരു ദുർനിമിത്തത്തിൽ ഇവിടുന്ന് കടന്നുപോയെങ്കിലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വലിയ നടിയെ, ആ വലിയ താരത്തെ, താരം എന്നൊക്കെ പറയുമ്പോൾ ഇവരെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. അത്ര വിനയവും നല്ല പെരുമാറ്റവും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന ശേഷം പതുപോലെ വേലപ്പഞ്ചേട്ടനെ കണ്ടപ്പോൾ, നീ അന്ന് പെട്ടെന്ന് പോയല്ലേ? നമ്മൾ വൈകിട്ടായില്ലേ ചേട്ടാ, ട്രിവാൻഡ്രത്ത് വന്നിട്ട് പിന്നെ വീട്ടിൽ വരണ്ടേ? വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ അടിയുടെ പൂരമായിരിക്കും. എങ്ങനെയുണ്ട് വിജയശ്രീയെ കണ്ടിട്ട്? ഞാൻ പറഞ്ഞു, അത് ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്. ചേട്ടൻ മേക്കപ്പ് ചെയ്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഷീലയും ജയഭാരതിയെയും എണ്ണിയാനൊടുങ്ങില്ല, അതൊന്നും പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യില്ല. ചേട്ടൻ്റെ കണ്ണിൽ ആരാണ് ഏറ്റവും മികച്ച ക്യാമറ ഫിയറുള്ള നടി എന്ന് ചോദിച്ചപ്പോൾ, ഡാഡാ നീ എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടാനുള്ള പരിപാടിയാണോ? ഞാൻ അങ്ങനത്തെ പാറ്റയും പല്ലിയൊന്നും ഇടാനുള്ള കാര്യമില്ല. ചേട്ടൻ ഒരുപാട് പേരെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, നടന്മാരെ, നടികളെയും ഒരുപാട് പേരെ, ആയിരക്കണക്കിന് ആൾക്കാരെ. ചേട്ടൻ്റെ മനസ്സിൽ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു കലാകാരി. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അഭിനയത്തെ പറ്റി പറയണ്ട, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മുഖത്തിൻ്റെ സൗന്ദര്യം ക്യാമറയ്ക്ക് എത്രമാത്രം ഉചിതം എന്ന് തോന്നിയിട്ടുള്ള ഒരു നടിയെ പറയാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ ആരോടും പറയില്ലെങ്കിൽ പറയാം, അത് വിജയശ്രീയാണ്. ഒന്ന് നോക്കൂ, 100 കണക്കിന് കലാകാരന്മാരെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു കലാകാരൻ്റെ മനസ്സിൽ നിന്നും തെളിഞ്ഞു വന്ന ഒരു അഭിപ്രായമാണ് നടി വിജയശ്രീ. അത്രമാത്രം സൗന്ദര്യവും അഭിനയ മികവുമുള്ള ഒരു വലിയ കലാകാരി. അവരെ ഇപ്പോൾ ഓർക്കുമ്പോഴും അന്നത്തെ ആ കണ്ടുമുട്ടലും സംസാരവുമാണ്. 1953
ജനുവരി 8-ന് തിരുവനന്തപുരത്തെ മണക്കാടിലാണ് വിജയശ്രീ ജനിച്ചത്. 1966 പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് സിനിമയിലൂടെയാണ് അരങ്ങേറ്റം. 1969 പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാപുഷ്പം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം നടത്തി. അങ്കത്തട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ കൂടുതൽ പ്രശസ്തി നേടി. കൂടുതൽ ചിത്രങ്ങളിലും അഭിനയിച്ച് പ്രൈം മിനിസ്റ്ററായിരുന്നു. 1974 മാർച്ച് 17 വിജയശ്രീ തൻ്റെ 21-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും എഴുത്തുകാരുടെ രംഗത്തും കൂടുതലും മരണങ്ങളെല്ലാം മനുഷ്യ മനസ്സിന് ദുഃഖങ്ങളെ നൽകിയിട്ടുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നോക്കൂ, വെറും 21-ാമത്തെ വയസ്സിൽ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയോ വിരക്തി തോന്നാതെയോ ജീവിതം ഉപേക്ഷിച്ച് കടന്നുപോയ ഒരു അഭിനേത്രി. കലാതീതമായി പ്രശ്നങ്ങളില്ലാത്ത ആരുണ്ട്? എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ധീരമായി പൊരുതി മുന്നോട്ട് പോകാതെ ഒരു താളപ്പിഴവ് ജീവിതത്തിൽ വന്നാൽ എന്താണ് ചെയ്യുക? ഇവിടെ മറ്റൊന്നുമല്ല ഞാൻ വിശദീകരിക്കുന്നത്, അത്രമാത്രം വിനയവും സംസാര രീതിയിലും പ്രവൃത്തിയിലും അനുകമ്പ പിടിച്ചു പറ്റുന്ന, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ പൂന്തോപ്പിൽ വിലസുന്ന ഒരു ചിത്രശലഭം പോലെ പറന്നുപോയ ഒരു വലിയ നർത്തകിയും നടിയും. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോഴും അവർ ജീവിച്ചിരുന്നു, ആ കലാകാരി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണിത്. കാലം അങ്ങനെ എത്രയോ പേരെ ഓർമ്മയുടെ ചെപ്പിലൂടെ കടത്തിവിടുന്നു. ആ വലിയ കലാകാരിക്ക് എൻ്റെ ഓർമ്മപ്പൂക്കൾ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.